ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അരി അരക്കാതെ ഈസ്റ്റൊന്നും ചേർക്കാത്ത ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്നാണിത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് 1 മണിക്കൂറോളം സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ ഈസ്റ്റ് ചേർക്കാത്തതുകൊണ്ടാണ് ഉഴുന്ന് ചേർക്കുന്നത്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അവലാണ്, വെളുത്ത അവൽ. വെളുത്ത അവലിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ അവൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. വെളുത്ത അവലാകുമ്പോൾ അപ്പത്തിന് നല്ല കളർ കിട്ടും. അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയിട്ട് അത് മുങ്ങാൻ പാകത്തിനുള്ള നല്ല വെള്ളം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ അരയ്ക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തോടുകൂടി തന്നെ അരച്ചെടുക്കാം. ഇതൊഴിച്ചൊരു അരമണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. നല്ലൊരു ഹാഫ് ആൻ അവർ വെച്ച് അതും കുതിർത്താൻ വയ്ക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ ഉഴുന്നും കുതിർത്ത് വെച്ചിട്ടുണ്ട്, അവലും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തേങ്ങയും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ ആദ്യം ഇത് രണ്ടും കൂടി ഒന്ന് അരച്ചിട്ട് അതിലേക്ക് പിന്നെ തേങ്ങ ചേർക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും കൂടി നമുക്ക് ഒരുമിച്ചിട്ട് അരക്കാവുന്നതാണ് കേട്ടോ. ഞാനത് രണ്ടും കൂടി ആദ്യം അരച്ചിട്ട് പിന്നെയാണ് തേങ്ങ ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് രണ്ടും അരച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടണം. പിന്നെ വേണ്ടത്, അരച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 2 കപ്പ് പൊടി. അപ്പോൾ 1 കപ്പ് അവലിന് 2 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിയും കൂടിയും ചേർത്ത് അതിലേക്ക് അതൊന്ന് അരഞ്ഞു കിട്ടാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കവ ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങിയതിന് ശേഷം ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം പൊങ്ങി വന്നതിന് ശേഷം, അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി തിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതിയാവും, അധികം വേണ്ട. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി വെച്ചൊന്ന് ലൂസാക്കാം. അപ്പോൾ ഇത്തിരി തിക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ ബാറ്റർ റെഡിയാണ്. കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പം നമുക്ക് അല്ലെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അത് ചുറ്റിച്ച് കിട്ടില്ല ചട്ടിയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് ചട്ടി ചൂടാക്കുക. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചുറ്റിച്ചിട്ട് നമുക്കപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അരിയൊക്കെ അരക്കാണ്ട് പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ ഒരു അപ്പത്തിനൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണിലേക്ക് തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റിന് പകരം ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ തന്നെ ഉഴുന്ന് ചേർക്കാണ്ട് അതിന് പകരം ഒരു നുള്ളി ഈസ്റ്റ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഉഴുന്ന് ചേർക്കണ്ട, നിങ്ങൾക്ക് ഇടയ്ക്ക് ഈസ്റ്റ് ഇട്ട് ചേർക്കണോണ്ട് വിരോധം ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ 1 കപ്പ് അവലിന് 1 കപ്പ് അരിപ്പൊടി എടുക്കുക. 1 ടേബിൾ സ്പൂണോളം തേങ്ങ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ വേണ്ട ഒരു നുള്ള് ഈസ്റ്റ്. ആ ഈസ്റ്റിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് കാണിച്ചത്. ഒരു നുള്ള് മതി, ഒരു പിഞ്ച് ഈസ്റ്റ് മതിയാവും. അതും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ക്വാണ്ടിറ്റി, ഇപ്പോൾ ഒരു അവൽ 1 കപ്പിന് പകരം 1 കപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈസ്റ്റിൻ്റെ അളവ് അധികം കൂട്ടണ്ട, ചെറുതായി കൂട്ടിയെടുത്താൽ മതി. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യുക. എളുപ്പമാണ്, അരിയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.